എന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് കാണുന്ന ഈ അഭിമാനത്തിന്റെ കോട്ടകൾക്ക് അപ്പുറത്തേക്ക് വേദനയുടെയും പ്രയാസത്തിന്റെയും ഒക്കെ കഥകൾ പറയാൻ SKSFനുണ്ട്. മഹാനായ ഹമീദ് ഫൈസി അമ്പലക്കട ഉസ്താദ്, നമ്മൾ ഇന്ന് സോഷ്യൽ മീഡിയകളിൽ ഹമീദ് ഫൈസി ഉസ്താദിനെതിരെ പല ശബ്ദങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുള്ളത് വേദനാജനകമാണ്. ഈ പ്രസ്ഥാനത്തിന്റെ ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഇല്ലായ്മയുടെ കഥയിൽ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ കൂടെ ഈ പ്രസ്ഥാനത്തിന്റെ വിജയ വൈജയന്തിയുമായി മുന്നോട്ട് പോയി മുമ്പിൽ നിൽക്കുന്നത് ഏത് മലവെള്ളപ്പാച്ചിലാണെങ്കിലും അത് ഏത് വിഘ്നങ്ങളാണെങ്കിലും അതിന്റെ മുമ്പിൽ എന്ത് നഷ്ടപ്പെട്ടാലും അരുതെന്ന് പറയാൻ ഹമീദ് ഫൈസി അമ്പലക്കട ഉസ്താദിനെ പോലെയുള്ള സാത്വികന്മാരായ നേതാക്കന്മാർ, ധീരന്മാരായ നേതാക്കന്മാരും ഈ പ്രസ്ഥാനത്തിനുണ്ടായിട്ടുണ്ട്. ഒരു ഭാഗത്ത് സ്നേഹത്തൂവെണ്മയുടെ സാദാത്തി പാരമ്പര്യം ഉണ്ടാകുമ്പോൾ തന്നെ ആദർശ രംഗത്ത് കടുകട വ്യത്യാസമില്ലാതെ ആദർശ രംഗത്ത് ഒരാളുടെ മുമ്പിലും അഭിമാന ആദർശം പണയം വെക്കാതെ നിൽക്കുന്ന ഒരു നിര കൂടി SKSFനുണ്ട് എന്നുള്ളത് ഇത് സമസ്തയുടെ ബാക്കി പത്രമാണ് എന്ന ഈ പ്രസ്ഥാനത്തിന്റെ പേരിനെ മഹത്വവൽക്കരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഹമീദ് ഫൈസി അമ്പലക്കട ഉസ്താദ് അടക്കമുള്ള ഒരുപാട് നേതാക്കന്മാർ അവരൊക്കെ വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് ഈ പ്രസ്ഥാനം നമ്മുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു തന്നത്. ഇതെങ്ങനെ വളർന്നുവെന്ന് ചോദിച്ചാൽ അത് ഈ സാദാത്യങ്ങളുടെ നേതൃത്വമാണ്, സാദാത്യങ്ങളുടെ പ്രാർത്ഥനയാണ്. ശംസുൽ ഉലമയടക്കമുള്ള കണ്ണീർ ഉസ്താദിനെ പോലെയുള്ള CH ഹൈദ്രോ ഉസ്താദിനെ പോലെയുള്ള മഹാന്മാരായ ഉസ്താദുമാരുടെ ആശീർവാദമാണ്. കണ്ണീർ കയങ്ങൾ ഒലിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്, കണ്ണീര് പെയ്തിറങ്ങിയിട്ടുണ്ട് നമ്മുടെ നേതാക്കന്മാരുടെ കണ്ണുകളിൽ നിന്ന്. അവരുടെ മുഖകമലങ്ങളിൽ കണ്ണീരിന്റെ ഉപ്പ് രുചി അനുഭവിച്ച കാലത്ത് ഉസ്താദുമാർക്ക് ഞങ്ങൾ കൂടെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കൂടെ നിന്ന പ്രസ്ഥാനമാണ് സമസ്ത കേരള സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷൻ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. മഹാനായ